ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ അല്ലേ. അടിച്ചിട്ട് ഓടിക്കണ്ട വിവരം മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ട് വന്നാൽ അടി കൊടുക്കും. എന്താ ഈ കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞങ്ങൾ എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ ദർശിക്കുന്നുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവരെ സ്വീകരിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ വല്ലതായിരിക്കുന്ന രഹസ്യങ്ങളും ഉണ്ടാകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ നമസ്കരിക്കാത്ത ഔലിയ അതെന്താണ്? അതാണ് നിങ്ങൾ കേട്ടത്. നമസ്കരിക്കാത്ത ഒരു ഔലിയ പോയ ഒരു മനുഷ്യനെ അല്ല, മുസ്ലിമും അല്ല മനുഷ്യനും അല്ല എന്ന് പറയാം. ഇസ്ലാം എന്ന് പറയണമെങ്കിൽ, അവൻ മുസ്ലിം എന്ന് പറയണമെങ്കിൽ അവൻ നമസ്കരിക്കണം. നമസ്കരിക്കാത്ത, കുളിക്കാത്ത, അതുപോലെ പല്ല് തേക്കാത്ത, പൊട്ടും കടലിൽ നിന്ന് കറങ്ങുന്ന, ഹോട്ടൽ കയറി ഹോട്ടൽ കത്തിക്കുന്ന, ഇതുപോലെയുള്ളവരെയാണ് ഔലിയ എന്ന് പറയുന്ന നമ്മുടെ തലപ്പാവുകാർ. അത് എന്തിന് പറയുന്നത്? അതിനേക്കാൾ ഇവരെ കാണുമ്പോൾ ഇവർ തന്നെ ഒരു ഔലിയ എന്ന് ഇവരെ തന്നെ പറയാം. കാരണം ഇവർ നല്ല വെടിപ്പോട് കൂടി നമസ്കരിക്കുന്നു, നല്ല നീറ്റായ ഡ്രസ്സ് ചെയ്യുന്നു, നല്ലതായിരിക്കുന്നു, നല്ല കറുത്ത താടിയും അതല്ലെങ്കിൽ വെളുത്ത താടിയും നല്ല ക്ലീനായി ഇവരാണ് ഔലിയ എന്ന് അവരെ പറയുന്നതിനേക്കാൾ ഇവരെ പറയാമെന്നാണ് ഞാൻ പറയുന്നത്. ഇവരും ഔലിയാക്കന്മാരാണെന്ന് അള്ളാഹു മാത്രമാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. ഔലിയ എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു അവൻ്റെ കാര്യങ്ങളെ. നമസ്കരിക്കാത്ത ആളെ അള്ളാഹു ഇഷ്ടപ്പെടാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ ഒരാൾ പറയുന്നത്. നിങ്ങൾ കേട്ടാൽ നമസ്കരിക്കാത്ത ആൾക്കാരെ അത് നമുക്ക് മാത്രം നമസ്കരിക്കാത്ത രീതിയിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളത് പിന്നെ സംസാരിക്കാം, കേട്ടോളൂ. എനിക്ക് ഷെയ്ഖുനാനെ പറ്റി മടവൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അവസാന കാലം വന്നപ്പോൾ മൂപ്പര് നിസ്കരിച്ചാലുണ്ടായിരുന്നില്ല പറഞ്ഞാൽ നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം. അപ്പം ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തേക്കൊന്നും പോവില്ല. കാരണം ഔലിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല. ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല, ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഷെയ്ഖിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു അസറിൻ്റെ സമയമാണത്. ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, പഠിച്ചവന് മൂപ്പര് നിസ്കരിക്കലില്ലല്ലോ. അത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുന്നതാണത്. ബഹുമാനം ഉള്ളവരെ, ഇതാണ് നമ്മുടെ കാഫിലക്കാരൻ്റെ സർക്കസ്. ഓരോരാൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് ഇതുപോലെ പറയണമെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയോ, ഇവർ പറയാൻ ഇവരെ കാണുമ്പോൾ ഇവർ പറയുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
കാരണം ഒരുപാട് പണ്ഡിതന്മാരാണ്, ഉസ്താദന്മാരാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ, CM-നെ കണ്ടവർ, നേരിട്ട് കണ്ടവരെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അത് സംസാരിക്കാൻ വരുന്നത് കൂടുതലും പണ്ഡിതന്മാരാണ്. പിന്നെ ചില വയസ്സന്മാർ വരുന്നു, അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞത് നല്ല പോലെ മനസ്സിലായി, എങ്കിലും അവിടെ നമസ്കരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ കാഫിലക്കാരൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന് ഈ ഉസ്താദ് പറഞ്ഞത് നമസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമസ്കരിക്കാത്ത അവസ്ഥ ആണെങ്കിലും അത് നമുക്ക് കാണുന്നതായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത്രക്കും ഒരു വിശ്വാസമാണ് അദ്ദേഹം നമസ്കരിക്കുന്നത് എന്ന്. ഒരു നമസ്കരിക്കുന്ന ആളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കാല് നോക്കിയാൽ കാണാം നമസ്കരിക്കുന്ന ആളാണെന്ന്. കുളിച്ചാലല്ലേ സഹോദരൻ നമസ്കരിക്കാൻ കഴിയും? അതല്ലെങ്കിൽ നല്ല പോലെ ശുദ്ധി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ അവയവങ്ങൾ നല്ല പോലെ ശുദ്ധിയും നല്ല നഖം എടുത്തും കൊണ്ട് മുടി കളഞ്ഞും കൊണ്ട് ലിമിറ്റായി മുടി വെച്ച് നല്ല നീട്ടായി നല്ലതായിരിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിലല്ലേ നമസ്കരിക്കുമെന്ന് പറയുന്നത്. ഏതോ ഒരു കച്ചറ പോലെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമസ്കരിക്കാതെ അല്ലെങ്കിൽ നമസ്കരിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് ബോധമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് പറയാം. അതുപോലെ ഔലിയാക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ബോധവുമുണ്ടാകും, നമസ്കരിക്കുകയും ചെയ്യും. ബോധം ഇല്ലാത്തതാണെങ്കിൽ അള്ളാഹുവിനെ കരുതി അള്ളാഹുവിനെ വിളിച്ചും കൊണ്ട് അവർക്ക് ബോധക്കേടുണ്ടായാലും അള്ളാഹുവിന് നമസ്കരിക്കാൻ അവർ മറക്കുകയില്ല. ഭക്ഷണം വേണമെങ്കിൽ അവർക്ക് മറക്കാം. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ CM മടവൂരിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല. എവിടെയെങ്കിലും പോയി കോഴി ചോദിക്കും, അതല്ലെങ്കിൽ മുട്ട ചോദിക്കും, ആംലെറ്റ് ചോദിക്കും, കഞ്ഞി ചോദിക്കും, ജിബ്രീലിൻ്റെ കൂടെ വന്ന് കഞ്ഞി കുടിക്കും, ഇതെല്ലാം ചെയ്യും. ഭക്ഷണം നല്ലപോലെ ഇറങ്ങുന്നുണ്ട്, നമസ്കരിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടുവരുന്നത്. അതുകൊണ്ട് ആരാണ് ഔലിയ? അല്ലാഹു അഅലം. അതുപോലെ ജനങ്ങൾ തീരുമാനിച്ചവർ ഔലിയ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിൽ അവിടെ മറവ് ചെയ്ത ആ ഖബർസ്ഥാനിൻ്റെ അടുത്ത് പോയി നമ്മൾക്ക് അവിടെ ഒരു സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. ആ സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ പോയി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും നമ്മൾ മരിക്കുന്ന അവസരത്തിൽ നമ്മുടെ അവസാന നിമിഷം നന്നാകാൻ വേണ്ടി നമ്മളും അവിടെ ദുആ ചെയ്യുന്നതും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഔലിയ എന്ന് പറഞ്ഞ് ഓരോ പച്ചതട്ട കാണുമ്പോൾ ബാക്കിൽ പോകുന്നതും ഇതെല്ലാം ചെയ്യേണ്ട കാര്യമില്ല. അത്തരക്കാരെ നമുക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ അവർക്കൊന്നും അവരെ കൈ കൊണ്ടോ അവരുടെ ബോധക്കേട് കൊണ്ടോ ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ, അവർ ഡ്രസ്സൊന്നും ശരിയായി ധരിക്കുകയില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവർ മുടി എടുക്കാതെ ഒരുപാട് മുടി വളർത്തുകയാണെങ്കിൽ, നഖം വളർത്തുകയാണെങ്കിൽ അതിനെയെല്ലാം ശുദ്ധിയായി ക്ലിയർ ചെയ്ത് അവർ ഒരു മനുഷ്യനെ പോലെ ആക്കുന്നതും നമ്മുടെ കടമയാണ്. എവിടെയെങ്കിലും ഹയാത്തുള്ള ആൾക്കാരെ കണ്ട് അത്തരക്കാരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾ ചെയ്യാം എന്നല്ലാതെ അവർക്ക് ഔലിയ എന്നുള്ള പേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബാപ്പ ഒരുപാട് ആൾക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ ബാപ്പ മരിച്ച് ഒരുപാട് വർഷങ്ങളായാലും അദ്ദേഹം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് തന്നെ ഇത്തരക്കാർ വന്നാൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ മുടിയെല്ലാം വെട്ടാൻ പറഞ്ഞ്, അതുപോലെ നഖമെല്ലാം എടുത്ത് കുളിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുളിപ്പിച്ച് പള്ളിയിലേക്ക് അയക്കുകയും നമസ്കരിക്കാൻ പറയുകയും പിന്നെ കുശൽ സംസാരിക്കുകയും അദ്ദേഹത്തിന് ജോലിയില്ലെങ്കിൽ ജോലി ചെയ്തു കൊടുക്കുകയും ജോലി ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ ജോലി ചെയ്ത് കൊടുക്കുകയും, അതല്ലെങ്കിൽ കഴിയാത്ത ആളാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും സ്വന്തം കയ്യിൽ നിന്നും കുറച്ച് പണമുണ്ടാക്കി അദ്ദേഹത്തിന് എവിടത്തേക്കാണ് എത്തേണ്ടത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു എൻ്റെ വാപ്പ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നല്ലാതെ അവർ ഡ്രസ്സിട്ടില്ലെങ്കിലും അത് ഔലിയ ആണെന്ന് പറയാം, നമസ്കരിച്ചില്ലെങ്കിലും ഔലിയ വലിയുള്ളാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരും വിളിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു തീരുമാനിക്കും ആരാണ് ഔലിയ എന്ന്. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. നല്ല പോലെ മനസ്സിലാക്കി നമ്മൾക്ക് ജനങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആരെയും ആദരിക്കാതിരിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരും ആദരിക്കലും ബഹുമാനിക്കലും ചെയ്യണം.
പിന്നെ ഔലിയ പട്ടം കൊടുക്കൽ അത് നമുക്ക് ചേർന്ന കാര്യവുമല്ല, അത് അള്ളാഹുവിൻ്റേതായിരിക്കുന്ന ഹക്കാണ്, അള്ളാഹുവാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.